ഹായ് നമസ്കാരം. അപ്പോൾ ഇത്ര നാൾ കളിയാക്കിയവരോടൊരു ചോദ്യമാണ്. നമ്മുടെ അലിൻ ജോസ് പെരേര അദ്ദേഹം ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ? അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളില്ലേ അലിൻ ജോസേ? ഇപ്പോൾ ഒരു സിനിമ വരുന്നുണ്ടല്ലോ, കൂടൽ. ആ കൂടൽ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ടല്ലേ, ബിബിൻ ജോർജിന്റെ സിനിമയിലെ. ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആഗ്രഹിച്ച പോലെ തന്നെ പെരേരയ്ക്ക് രേണു സുധിയോടൊപ്പം ഡാൻസ് കളിക്കാൻ പറ്റി അല്ലേ? ഒരു ഫുൾ മൂവി ചെയ്തു. പേര് അത് 27-ാം തീയതി റിലീസ് ചെയ്യും. നമ്മുടെ ഷാഹിദ് പുത്തനത്താണിയല്ലേ? കൂടുതൽ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ പടം ഗൾഫിലെ ഖത്തർ തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്, പക്ഷെ കേരളത്തിലെ യൂട്യൂബിൽ ഇറങ്ങുന്നുണ്ട്. ഓ അത് ശരി. അപ്പൊ വേറെ കേസ് ഉണ്ടല്ലോ, ദാസേന്റെ കൂടെ ഡാൻസ് കളിക്കാൻ ആഗ്രഹിച്ചായിരുന്നല്ലോ, അത് ചെയ്തു അല്ലേ? അങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ പുതിയൊരു നല്ലൊരു പെരേരയായിട്ടാണ് ഇനി വരുന്നത് അല്ലേ? പുതിയത് ഒരുപാട് സീരിയൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യണം. മീനൂസ് കിച്ചൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മീനൂസ് കിച്ചൺ. ഓ, ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. മീനൂസ് കിച്ചൺ എന്ന് പറയുന്ന സീരിയലിൽ ചെയ്തൊരു വേഷം ഭയങ്കര റീച്ചായി അല്ലേ? അപ്പോൾ എന്തായാലും അതിൽ ഇതേ കൊണ്ട് വിഷ്ണു കൊച്ചി കാരണമുണ്ട്. അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് ചെയ്തു അല്ലേ? അപ്പോൾ എന്തായാലും നല്ല നല്ല അവസരങ്ങൾ ഇനിയും ഉണ്ടാവും. ഈ രൂപമൊക്കെ മാറ്റി നല്ല രീതിയിൽ സുന്ദരക്കുട്ടപ്പനായിട്ട് ഷേവൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ താങ്കൾക്ക് നല്ല നല്ല ക്യാരക്ടർ കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാൻ പ്രവർത്തിക്കും. താങ്കളുടെ സ്വഭാവത്തിലേക്ക് വരും. ഈ വേഷം കൊണ്ട് എന്താണ് താങ്കൾ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്? പഠിച്ച് മെനയായി കഴിഞ്ഞാൽ ചിലപ്പോ ഏഷ്യാനിൽ വലിയ വലിയ ഷോയിൽ വരെ, പേര് പറയണ്ട, ആ ഷോയിൽ ചിലപ്പോൾ എത്താം. എന്റെ ഒരു കൂട്ടുകാരന് വേഷം ഒരു ഇത് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതൊക്കെ വരുമ്പോ അറിയാം. എന്തായാലും സന്തോഷം. അപ്പൊ കൂടുതൽ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.